രുചി വൈവിധ്യങ്ങളാൽ നിങ്ങളുടെ മനസ്സിനെ കീഴടക്കാൻ സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. കഴിഞ്ഞ ഗവൺമെന്റ് ഭരണകാലത്ത് ഉണ്ടായിരുന്ന ഒരു ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണ് ഇന്ന് ഈ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ഞാൻ ഈ നേരത്തെ പറഞ്ഞ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്നു. തൃശ്ശൂർ പാലക്കാട് ദേശീയപാതയിൽ റോഡിന് പകരം തുരങ്കം നിർമ്മിച്ചപ്പോൾ 1.5 കിലോമീറ്റർ സോളാർ വേലി സ്ഥാപിക്കുന്നതാണ്. ആനകൾ സോളാർ സ്ഥാപിച്ചിരുന്നതാണ്. ആനകൾ ഷോളയാർ വനത്തിൽ നിന്നും ഉൾപ്പെടെ ചേലക്കരയുടെ വനാതിർത്തി പ്രദേശങ്ങളിലേക്ക് ഇറങ്ങാൻ കാരണം ഇത് നമുക്ക് മുമ്പുണ്ടായിരുന്നവരുടെ അശ്രദ്ധ കൊണ്ടാണെന്ന് പറയാതെ പോകാൻ സാധിക്കും. അത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ്. അന്നത് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ അവിടെ ഈ പറയുന്ന പ്രദേശത്ത് ഈ ചുരങ്കം നിർമ്മിച്ചപ്പോൾ വന്നിട്ടുള്ള നമ്മുടെ കയ്യിൽ പറ്റിയ ഭരണാധികാരികളുടെ കയ്യിൽ പറ്റിയിട്ടുള്ള തെറ്റിന്റെ പാപഭാരമാണ് ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത്. അത് ഞങ്ങൾ അനുഭവിക്കുന്നു പറയുമ്പോൾ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് മാത്രമല്ല, ഈ നിയോജക മണ്ഡലത്തിലെ പഴയന്നൂർ ഗ്രാമപഞ്ചായത്താണെങ്കിലും ചേലക്കര ഗ്രാമപഞ്ചായത്താണെങ്കിലും കൊണ്ടാഴി ഗ്രാമപഞ്ചായത്താണെങ്കിലും പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്താണെങ്കിലും മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്താണെങ്കിലും ഈ പ്രദേശത്തുള്ള ജനങ്ങൾ അനുഭവിക്കുന്നത് ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ്. ഇതിനൊരു പരിഹാരം ഉണ്ടാകണം. ഗവൺമെന്റ് അടിയന്തരമായിട്ട് ഞങ്ങളുടെ ഈ കാര്യത്തിനകത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ഇപ്പോഴത്തെ വകുപ്പ് മന്ത്രിയുടെയും ഒക്കെ ശ്രദ്ധയിൽ ഞങ്ങൾ ഇനി വീണ്ടും കൊണ്ടുവരുന്നുണ്ട്. ഞങ്ങൾ നിവേദനമായി ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ തിരുവനന്തപുരത്ത് പോയി ഇവരെ കണ്ടതിൻ്റെ നിവേദനങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി ഞങ്ങൾ വീണ്ടും ഈ കാര്യത്തിനകത്ത് ഞങ്ങൾ ഇവർക്ക് നിവേദനങ്ങൾ കൊടുക്കുന്നുണ്ട്. അന്നത് ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ളൊരു അപകടം ഈ മേഖലയിൽ ഉണ്ടാവില്ലായിരുന്നു. ഇതിലേ നമ്മളിപ്പം ഈ ആനയ്ക്ക് ഭരണം മാറിയതൊന്നും അറിയില്ലല്ലോ. അപ്പം ഈ സമരമുഖത്തേക്ക് നിങ്ങളും കൂടെ ഇറങ്ങുമോ? കാരണം വെച്ചാൽ ചിലപ്പം കഴിഞ്ഞ വർഷമൊക്കെ നിങ്ങൾ സമരത്തിൽ റോഡ് തടയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആനയ്ക്ക് രാഷ്ട്രീയമില്ല, അതുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയം മറന്നുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിന് ഒത്തൊരുമയോട് കൂടിയിട്ട് തീർച്ചയായിട്ടും 100% ഞങ്ങളെ ആവശ്യമായ ഏത് സമരത്തിനും ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ഇറങ്ങുകയും ചെയ്യും. അത് രാഷ്ട്രീയമല്ല, അത് ഞങ്ങളുടെ രാഷ്ട്രീയമല്ല, ഇത് ജനങ്ങളുടെ ജീവന്റെ പ്രശ്നം. അങ്ങനത്തെ ഒരു മൂവ്മെന്റ് ഇന്നലെ കണ്ടില്ല എന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ എത്തിയപ്പോൾ അവിടെ ആളുകൾ ചോദിക്കുന്നു പ്രസിഡന്റ് എവിടെ, മെമ്പർ എവിടെ ചോദിച്ചു. അറിയില്ല, പോയിട്ടുണ്ടാവും. പിന്നെ അതുപോലെ ഈ അകമല പ്രശ്നം കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഉന്നയിച്ചതാണ്. അകമല ഫോറസ്റ്റ് എത്ര കാലങ്ങളായിട്ട് ഉന്നയിക്കുന്നതാണ്. ഇപ്പോ രാഷ്ട്രീയ മുന്നണിയുടെ ഭാഗമാകാത്ത നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത്. അടിയന്തരമായിട്ട് അതിനൊരു ഇത് നടക്കുമോ? പ്രതീക്ഷ ഉണ്ടോ? എന്താണ് മനുഷ്യ സഹജമായി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. അത് ഞങ്ങളുടെ ജനങ്ങളുടെ ജീവന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും അവരുടെ കൂടെ ഞങ്ങൾ പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. ഇന്ത്യൻ, അറബിക്, ചൈനീസ് വിഭവങ്ങളും ജ്യൂസ്, ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും. ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും. കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് MSN ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നൂർക്കര. ഫോൺ 9447 062266.